പ്രിയൻ മാജിക്കിനെ കുറിച്ച് ആൾക്കാർ പറയുമ്പോൾ ഇപ്പോൾ ചിത്രത്തിലെ വന്ദനത്തിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പോലും ഇന്ന് കുട്ടികൾക്ക് മനഃപ്പാടമാണ്. അപ്പം സിനിമയിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അതും ഒരു മാജിക്കാണല്ലോ. എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഒരു ആലാപ് വരുന്നത് വേണമെന്ന് സംവിധായകൻ നിഷ്കർഷിക്കുമ്പോൾ മ്യൂസിക് ഡയറക്ടർ അതിടുന്നു, അവിടെ ആലാപ് വരുന്നു. വർഷങ്ങൾക്ക് ശേഷം അതുവരെ ചർച്ച ചെയ്യപ്പെടുന്നു. ആ മാജിക് എന്താണ്? സംഗീതത്തിൻ്റെ ഒരു മാജിക് എന്താണ് സിനിമയിൽ? അങ്ങനെയല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതൊരു ഇപ്പം നമുക്കിപ്പം പല കലകളുമുണ്ട് അല്ലേ, സംഗീതമുണ്ട്, സാഹിത്യമുണ്ട്, ഇതിൽ. പക്ഷേ ഇതെല്ലാം കൂടെ ചേരുന്ന ഒറ്റ സ്ഥലമേ ഉള്ളൂ. ഇതിൻ്റെ എല്ലാം സംയോജനമാണ് സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ സെക്ടറും, സിനിമയിലുള്ള ഓരോ സെക്ടറും ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടി വരും. ഇപ്പോൾ അത് ഇപ്പം ഒരു സിനിമ ചെയ്ത് കഴിഞ്ഞ് അതിന് തിരക്കഥ എഴുതി അതിനെ സിനിമയിലേക്ക് പകർത്തി തിരിച്ച് അതിൻ്റെ പോസ്റ്റിൽ അതിനെ എഡിറ്റ് ചെയ്ത് പിന്നെ സംഗീതത്തിലോട്ട് വരുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു മ്യൂസിക് ഡയറക്ടർ അദ്ദേഹത്തിൻ്റേതായൊരു കോൺട്രിബ്യൂഷൻ ഉണ്ടാവും. അദ്ദേഹം എന്ത് ഇമോഷനാണ് ആ സീക്വൻസിൽ കാണുന്നത് എന്നനുസരിച്ചിട്ടാണ് അത് ചെയ്യുന്നത്. കാര്യം വെച്ചാൽ എൻ്റെ ജോൺസൺ എന്ന് പറയുന്ന ഒരു ജീനിയസ് ആയിരുന്നു എൻ്റെ പല സിനിമകളെയും ഞാൻ ഉദ്ദേശിക്കുന്നതിന് മുകളിലേക്ക് കൊണ്ടുവന്നത്. കാര്യം ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇസ് എ ഫാൻറ്റാസ്റ്റിക് ആർട്ട്. മ്യൂസിക് എന്ന് പറയുന്നത് ഒരു വലിയ അതിനെക്കുറിച്ച് വ്യക്തത അധികം, സംഗീതത്തിനെക്കുറിച്ചുള്ള അധികം വ്യക്തത ഉള്ള ഒരാളല്ല ഞാൻ. കാര്യം എനിക്ക് ആകെ സംഗീതം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് മെലഡി മാത്രമാണ്. പാട്ടുകൾക്ക് മാത്രമേ നമ്മൾ ഇരിക്കാൻ പറ്റുള്ളൂ. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരിക്കലും അവർ തരുന്നത് നമ്മൾ സ്വീകരിക്കുകയാണ്. ആ പിന്നെ അതിൽ ശരിയാണോ ഇല്ലയോ എന്ന് മാത്രം ഒരു ജഡ്ജ്മെൻറ്റേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇറ്റ് ഈസ് an actor is a important person, സിനിമാറ്റോഗ്രാഫർ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറയുന്നു ഇപ്പം കുറേ ഇതിലൊക്കെ കൂടുതൽ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ കുറേയൊക്കെ ഭാഗ്യവും അതിൻ്റെ കൂടെ ഉണ്ട്. അതായത് ഞാനും സുരേഷ് കുമാറും മോഹൻലാലും അങ്ങനെ കുറേ ആളുകൾ സിനിമ സ്വപ്നം കണ്ട് മദിരാശിക്ക് പോയവരാണ്. അന്ന് എവിടെ എത്തുമെന്നോ ഞങ്ങളുടെ സ്വന്തമായ കഴിവെന്താണെന്നോ ഒന്നും ഞങ്ങൾക്ക് ആർക്കും ഒന്നും അറിയില്ല. പക്ഷേ ഒരു ലക്ഷ്യമുണ്ടായിരുന്നിടത്തേക്ക് അതിനെ ആദ്യം ഒരു ദൈവാധീനം എന്നും കൂടെ പറയാം. അതിൻ്റെ ഏറ്റവും വലിയ ദൈവാധീനം എന്ന് പറയുന്നത് മോഹൻലാൽ എന്നൊരു വ്യക്തി ഒരു നടനായി മാറിയതാണ്. എനിക്ക് ഇപ്പോഴും വിശ്വാസം, മോഹൻലാൽ എന്നൊരു നടനില്ലായിരുന്നെങ്കിൽ പ്രിയദർശൻ എന്നൊരു സംവിധായകൻ ഉണ്ടാവില്ലായിരുന്നു എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷേ അങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ്. പക്ഷെ പ്രിയദർശൻ എന്നൊരു സംവിധായകൻ അല്ലെങ്കിൽ മോഹൻലാൽ ഉണ്ടാവും. കാര്യം വെച്ചാൽ അത് എന്നെ സംബന്ധിച്ച് എന്താ പറയുന്നത്, എനിക്കൊരു ഇൻസ്പിറേഷനായി, അല്ലെങ്കിൽ എന്നെ ഒരുപാട് ഒരു പൊസിഷനിലോട്ട് മോഹൻലാൽ നടനെത്തിയപ്പോൾ എന്നെ എന്താ പറയുക ഒരുപാട് പ്രോത്സാഹിപ്പിച്ച് സിനിമ എടുപ്പിച്ച ആളാണ്. ഒരുപാട് നാളുകളുടെ ഒരു ഗ്യാപ്പിലിരുന്ന സമയത്ത് ഒപ്പം ഞാനൊരു സമയത്തൊരു സിനിമ ഇനി ചെയ്യേണ്ടെന്ന് വിചാരിച്ചൊരു മൂമെൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പോലും എന്നെ നിർബന്ധിച്ച് ഒപ്പം എന്നൊരു സിനിമ എടുപ്പിച്ചത് ലാലാണ്. അതെനിക്ക് വീണ്ടും സിനിമ എടുക്കാനുള്ള ധൈര്യം ഉണ്ടാക്കി തന്നു. അപ്പോൾ ഇങ്ങനെയുള്ളൊരു എന്താ പറയുക, ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള നമുക്ക് വിശ്വാസവും നമ്മളോട് സ്നേഹം കാണിക്കുന്നതുമായ ആൾക്കാർ നമുക്ക് ചുറ്റും ഉണ്ടാകുമ്പോൾ അത് കൂടുതൽ ഒരു വലിയ പ്രയോജനമായി മാറും. സിനിമ തീർച്ചയായിട്ടും എന്താ പറയുക, ഞാൻ വിശ്വസിക്കുന്ന സിനിമ ഒരു കൂട്ടായ്മയാണ്. എപ്പോഴും ഒറ്റയ്ക്കൊരാൾക്ക് ഒരു സിനിമ എടുക്കാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കത്തില്ല. നമ്മുടെ ഇന്നത്തെ ഈ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് ചെറിയൊരു കൗതുകം കൂടെ പറയാം. ഈ സിനിമ മാജിക് എന്ന് പറയുന്ന ഈ സബ്ജക്റ്റ് ഇന്ന് സെലക്ട് ചെയ്തത് പ്രിയൻ സാറിൻ്റെ സുഹൃത്തായ സുരേഷ് കുമാറിൻ്റെ മകൾ രേവതി സുരേഷ് കുമാറാണ്. അദ്ദേഹം പറഞ്ഞത് മോഹൻലാൽ സുരേഷ് കുമാർ കൂട്ടുകെട്ടിനെ കുറിച്ചാണ്. രാജീവ് സാറും തുടങ്ങിയത് മോഹൻലാൽ എന്ന മാജിഷ്യനെ വെച്ചിട്ടാണ് സിനിമ തുടങ്ങിയത്. നിങ്ങൾക്ക് രണ്ടുപേർക്കും എങ്ങനെയാണ് മോഹൻലാൽ? ഒരു കാര്യമാണ്, ഞാനും രാജീവും ഒരുമിച്ചൊരു സിനിമ, രാജീവിൻ്റെ സിനിമയിൽ ഞാൻ കുറേ ഭാഗം ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഒരു സിനിമയിൽ. അതാണ് കൂട്ടായ്മ എന്ന് ഞാൻ പറഞ്ഞത്. അതൊരു പുതിയ അറിവാണ്. ഗുരുവിൽ നമ്മുടെ ഈ ഡൽഹിയുടെ പശ്ചാത്തലത്തിൽ വെച്ചൊരു സൂപ്പർ ഹിറ്റ് സിനിമയുണ്ടായി. അത് ആദ്യമായിട്ട് ഡൽഹിയിൽ ഫുള്ളി ലൊക്കേഷൻ വെച്ചിട്ട് സുരേഷ് കുമാർ പ്രൊഡ്യൂസ് ചെയ്തതാണ്. അതാണ് കാശ്മീരം, സുരേഷ് ഗോപിയാണ്. അത് അന്നത്തെ കാലത്ത് ഒരു ഷെഡ്യൂൾ ഒരു ഷെഡ്യൂളിൽ ആ സിനിമ തീർക്കുക എന്ന് പറയുന്നത് തീർത്തില്ലെങ്കിൽ വലിയ എക്സ്പെൻസീവാണ്. മനസ്സിലായില്ലേ? ഡൽഹി പോലൊരു സ്ഥലത്ത് വരുന്നത്. അന്ന് എന്നെ സഹായിച്ചത് എന്നെക്കാൾ കൂടുതൽ സുരേഷിൻ്റെ സൗഹൃദം പ്രിയനുമായിട്ട്.
ഒരു സെക്കൻഡ് യൂണിറ്റ് കൂടെ കൊണ്ടുവന്നിട്ട് നമ്മൾ കുറേ സീക്വൻസ് പാരലലി ഷൂട്ട് ചെയ്തിരുന്നു. അപ്പോൾ അത് രണ്ടുപേരും ചെയ്ത സിനിമ രണ്ടുപേരുടെയും ആരാണ് എടുത്തത് ആരാണ് മറ്റതെന്നൊന്നും തിരിച്ചറിയാൻ പറ്റില്ല, മനസ്സിലല്ലേ? അതാണ് സൗഹൃദം എന്ന് പറയുന്നത്. അത് നമ്മളൊരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. അങ്ങനെയൊക്കെ. പക്ഷേ ഇന്നൊക്കെ അങ്ങനെ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം സിനിമ മാറി, മനുഷ്യർ മാറി, ലോകം മാറി, ടെക്നോളജി മാറി, അല്ലേ? അതെ, അതായത് നമ്മളെല്ലാം വരുന്ന കാലത്ത് സിനിമ ഇലക്ട്രിക്കലും അനലോഗും ആയിരുന്നു. ഇപ്പം ഇലക്ട്രോണിക്കും ഡിജിറ്റലുമായി മാറി. ഈ ഡിജിറ്റൽ സിനിമ വന്നതാണ് എനിക്ക് തോന്നുന്നു ഒരുപാട്, അതായത് നല്ലതോ ചിന്തയോ എന്ന് എനിക്കറിയില്ല, ഇത്രയധികം സംവിധായകരുണ്ടാവാനുള്ള കാര്യം വെച്ചാൽ ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ കാലത്ത് ഒരു ക്യാമറയുടെ പുറകിലെത്തുക എന്ന് വെച്ചാൽ വലിയ വിഷമമുള്ളൊരു കാര്യമായിരുന്നു. ഇപ്പോൾ എല്ലാവരുടെയും കയ്യിലൊരു ക്യാമറ ഉണ്ട്, പോക്കറ്റിലുണ്ട് ഒരു ക്യാമറ. സോ അവർക്ക് ഇതുകൊണ്ടൊരു ഗുണമെന്തെന്ന് വെച്ചാൽ അവർ ആഗ്രഹിക്കുന്ന സിനിമ അവർക്ക് എല്ലാവർക്കും ചെറിയ അറ്റംപ്റ്റുകൾ നടത്താം. പക്ഷേ ഒരു വലിയൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ കൈവിട്ട് പോകുന്നു പലപ്പോഴും സിനിമ. കാര്യം ഇന്ന് ഞാൻ കാണുന്ന ഒരേ ഒരു കുഴപ്പമേ ഉള്ളൂ സിനിമയിൽ, പുതിയ ജനറേഷൻ്റെ അവരെടുത്തു കൂട്ടിയിട്ട് പിന്നീട് ഒരു എഡിറ്ററെ കൊണ്ട് സിനിമ ഉണ്ടാക്കുകയാണ്. സംവിധായകൻ നല്ല സിനിമ ഉണ്ടാക്കുന്നത്, ഇപ്പോൾ ഒരു എഡിറ്ററാണ് സിനിമ ഉണ്ടാക്കുന്നത്. അതൊരു ശരിയായ പ്രവണതയല്ല എന്നെനിക്ക് തോന്നുന്നുണ്ട്. അതുമാത്രമാണ് ന്യൂ കമേഴ്സായിട്ടുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത്. കാര്യം വെച്ചാൽ നമ്മൾക്കൊക്കെ അന്നത്തെ കാലത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, പൂച്ചക്കൊരു മൂക്കുത്തി എന്ന് പറഞ്ഞാൽ സിനിമ എടുക്കുന്ന സമയത്ത് 35 റോളിൽ തീർക്കണമെന്ന് പറഞ്ഞു. സിനിമ 36 റോളാക്കി കിട്ടാൻ വേണ്ടി സുരേഷിൻ്റെ കാല് പിടിക്കേണ്ടി വന്നു. അത്രയ്ക്ക് അല്ല, അങ്ങനെയാണ്, അത് കറക്റ്റാണ്. കാര്യം വെച്ചാൽ നമുക്കൊരു ലിമിറ്റേഷനുണ്ട്, ഇത് വെച്ച് ചെയ്യണം എന്ന്. ഒരു ബഡ്ജറ്റുണ്ട്. അതെ, ഒരു ബഡ്ജറ്റുണ്ട്. ഇപ്പോഴതില്ല. അതാണ് ഒരു വലിയ സിനിമയുടെ ഒരു ശാപം എന്ന് പറയുന്നത്. അതാണ് ഈ ഡിജിറ്റൽ വന്നതുകൊണ്ട്, ഫിലിം ഇല്ലാത്തതുകൊണ്ട് എടുത്തു കൂട്ടുകയാണ് സിനിമ. പക്ഷേ സാറിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, ഹിന്ദി സിനിമയിൽ സാറ് വന്നേ പിന്നെ ഹിന്ദി സിനിമയിൽ ഇല്ലാത്തൊരു ഡിസിപ്ലിൻ സിനിമയിൽ സാറ് കൊണ്ടുവരാൻ ശ്രമിച്ചു എന്നൊക്കെ. ആക്ച്വലി അത് ഈ പറഞ്ഞ ബഡ്ജറ്റിംഗ് അല്ലെങ്കിൽ ഈ പറഞ്ഞ കൺട്രോളിങ് അതിൻ്റെ ഒരു സ്വഭാവത്തിനെയൊക്കെ സ്വാധീനിക്കുന്നുണ്ടോ? ഉണ്ട്. അതായത് ഇപ്പം മലയാള സിനിമയിലാണ് നമ്മൾ സിനിമ പഠിച്ചത്. ഒരു അല്പം പണം വെച്ച് എത്ര വലിയ മാജിക് കാണിക്കാമെന്ന് നമ്മൾ പഠിച്ച ഇത് മലയാള സിനിമയിൽ നിന്നാണ്. എൻ്റെ സന്തോഷവും പറയും, ഞാനൊരു നല്ല ക്യാമറമാനായെന്ന് വെച്ചാൽ മലയാള സിനിമ ഇതുണ്ട്. കാര്യം വെച്ചാൽ ഒരു വലിയ ലൈറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബൾബ് മാത്രമേ കിട്ടൂ. അപ്പോൾ പിന്നെ അത് വെച്ച് എങ്ങനെ എടുക്കാമെന്ന് പഠിക്കുമ്പോൾ അങ്ങനെയാണ് സിനിമ പഠിച്ചത്. മലയാള സിനിമ നമ്മളെ അങ്ങനെ പഠിപ്പിച്ചതാണ്. പക്ഷേ ഹിന്ദിയിലോട്ടും മറ്റു ഭാഷകളിലോട്ടും പോകുമ്പോൾ നമുക്കിതൊരു വലിയ എന്താ പറയുക, ഒരു ലാവിഷ്നെസ്സാണ് അവിടെ സിനിമ ചെയ്യാന്ന്. പിന്നെ ഡിസിപ്ലിൻ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. കാര്യം എന്ന് വെച്ചാൽ നമ്മളെ വിശ്വസിച്ചൊരു പ്രൊഡ്യൂസർ പണം ചിലവാക്കുമ്പോൾ അത് തിരിച്ച് വാങ്ങിച്ച് കൊടുക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വമാണ് എന്നെ ഇതുവരെ നിർത്തിയതെന്ന് ഞാൻ വിചാരിക്കും. കാര്യം വെച്ചാൽ എൻ്റെ എല്ലാ പ്രൊഡ്യൂസർമാരും എന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. പടങ്ങൾ മോശമായപ്പോൾ പോലും ആ പ്രൊഡ്യൂസർമാർ വീണ്ടും എൻ്റെ അടുത്ത് പടം ചെയ്യാൻ വന്നിട്ടുണ്ട്. എൻ്റെ ഒരു വിശ്വാസം അതാണ്. അവരുടെ പണം എൻ്റെ പ്രൊഡ്യൂസർ പണം ഉണ്ടാക്കിയില്ലെങ്കിലും സാരമില്ല, അയാളുടെ കയ്യിൽ നിന്ന് ഒരു രൂപ പോകരുത് എന്നൊരു ചിന്ത എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ആ ചിന്തയായിരിക്കും എന്നെ ഇത്രയും ഇവിടെ, അത് ഹിന്ദിയിലായാലും ശരി, തെലുങ്കിലായാലും ശരി, തമിഴിലായാലും ശരി, മലയാളത്തിലായാലും ശരി, ആ ഒരു ചിന്ത എനിക്ക് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. ദാറ്റ്സ് എ റെസ്പോൺസിബിലിറ്റി ഓഫ് എ ഡയറക്ടർ എന്ന് ഞാൻ വിശ്വസിക്കുന്നു.